കൈത്താക്കാലം 1-ാം ഞായർ. മത്തായി 10:1-15 വരെയുള്ള വാക്യങ്ങൾ. പ്രതീകങ്ങളിലൂടെ വലിയൊരു വെളിപാടിൻ്റെ രഹസ്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. ദൈവരാജ്യമെന്ന വലിയ രഹസ്യമാണ് ഉപമകളിലൂടെ ഈശോ മാറി മാറി വെളിപ്പെടുത്തുന്നത്. സമൃദ്ധിയുടെ പ്രതീകമായ കൊയ്ത്ത് എന്ന പ്രതീകത്തോടെയാണ് ഈശോ ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അവിടുന്ന് അതുപോലെ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ നിർദ്ദേശങ്ങൾ നൽകി 72 പേരെ അയക്കുകയാണ്. ആദ്യ ശിഷ്യന്മാരിൽ നിന്നും 6 ഇരട്ടിയായി വളർന്ന ശിഷ്യസമൂഹമാണ് ഈ 72 പേർ എന്ന് പറയാം. അവിടുന്ന് അവരെ അയക്കുന്നത് അരിവാളും ശേഖരിക്കുവാനുള്ള സംഭരണികളും ഒന്നുമില്ലാതെയാണ്. ആവശ്യത്തിനും അടിയന്തരാവശ്യത്തിന് പോലും വേണ്ടത് എടുക്കുന്നതിൽ അവിടുന്ന് തടസ്സം നിൽക്കുന്നു. ഒന്നും കൂടെ കൊണ്ടുപോകരുത്. ഭവനങ്ങളിലാണ് എല്ലാം ആരംഭിക്കേണ്ടത്, വഴിയോരത്തും നാൽക്കവലകളിലുമല്ല. കിട്ടുന്നതിൽ കൂടുതൽ തിരിച്ചു കൊടുക്കുവാൻ ഉപദേശിച്ചുകൊണ്ടാണ് അവിടുന്ന് അവരെ അറിയപ്പെടാത്ത ഭവനങ്ങളിലേക്ക് അയക്കുന്നത്. അവർക്ക് കിട്ടുന്നത് ഒരു രാത്രി അന്തിയുറങ്ങാനുള്ള ഇടവും വിശപ്പിന് ഭക്ഷണവുമാണെങ്കിൽ അവർ കുടുംബാംഗങ്ങൾക്ക് ഒരുക്കി തിരികെ കൊടുക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വചനത്തിൻ്റെ വിരുന്നാണ്. വിട പറയുമ്പോൾ അവരുടെ ഹൃദയങ്ങൾക്ക് നൽകുന്നതാകട്ടെ സമാധാനത്തിൻ്റെ സന്ദേശവും. അനേക ഭവനങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവ ഗ്രാമങ്ങളാകും, പിന്നെ പട്ടണങ്ങളാകും. മനുഷ്യ സമൂഹം അങ്ങനെ വളരുകയാണ്. അവർ സ്വാതന്ത്ര്യവും സുസ്ഥിതിയും സ്വയം പര്യാപ്തതയും അനുഭവിച്ചു തുടങ്ങുന്നു. അവരുടെ നേട്ടങ്ങൾ അവരുടേത് തന്നെയാണെന്ന് അവർ വിശ്വസിച്ചു പോകുന്നു. അതിനാൽ അവർ ദൈവത്തെ തള്ളിപ്പറയുന്നു. അവരോടാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുവാൻ ശിഷ്യന്മാർക്ക് അവിടുന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൊറേസിനും ബെത്സയിദായും അവയുടെ പ്രതീകങ്ങളാണ്. പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ആവശ്യകതയും മുന്നറിയിപ്പും കൂടിയാണ് ശിഷ്യന്മാർ പ്രഘോഷിക്കേണ്ടത്. കർത്താവിൻ്റെ വാക്കുകളായിട്ടാണ് അവർ അത് പ്രഘോഷിക്കേണ്ടത്. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു. അതിനാൽ അവർ പ്രഘോഷിക്കേണ്ടത് അവിടുത്തെ വാക്കുകളായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമുണ്ട്. അവരുടെ നാവുകളിൽ അവിടുന്ന് ഓരോ അവസരത്തിലും അതിനുതകുന്ന വാക്കുകൾ വച്ചു കൊടുക്കും എന്ന വാഗ്ദാനവുമുണ്ട്. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പ്രഘോഷിക്കണം. അത് സദ്വാർത്തയാണ്. അത് പ്രവചനാത്മകമായ ഒരറിയിപ്പാണ്. ആ നിമിഷങ്ങളിലെ അവരുടെ വേദനകളെ ഒപ്പിയെടുക്കുന്ന ഒരു സാന്നിധ്യം കൂടിയായിരിക്കണം അവരുടേത്. അതിനാൽ അവർക്ക് രോഗികളെ സുഖപ്പെടുത്തുവാനും അശുദ്ധാരൂപികളെ ഒഴിവാക്കുവാനുമുള്ള ദൈവാരൂപിയുടെ ശക്തി അവരിൽ ഉണ്ടായിരിക്കുമെന്ന് കൂടി അവിടുന്ന് അവർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. ഈ വിധത്തിലുള്ള ഒരു സുവിശേഷ പ്രഘോഷണം ഇന്ന് നടക്കുന്നുണ്ടോ? അന്നത്തേതുപോലുള്ള ഒരു ഇറങ്ങിപ്പുറപ്പെടൽ ഇന്നത്തെ പ്രഭാഷകരായ നമ്മൾ നടത്താൻ തയ്യാറാണോ? അന്നത്തെ ശിഷ്യന്മാരുടെ വിശ്വാസ്യതയും ട്രൂത്ത്ഫുൾനെസ്, ഭൗതികതയോടുള്ള നിസ്സംഗതയും ഇന്ന് നമുക്കുണ്ടോ? കർത്താവിൻ്റെ വാക്കുകൾ മാത്രമാണോ ഇന്ന് നമ്മൾ പ്രഘോഷിക്കുന്നത്? എത്രമാത്രം മായം ചേർക്കപ്പെടുന്നുണ്ട് നമ്മൾ വിളമ്പുന്ന വചനമാകുന്ന ഭക്ഷണത്തിൽ. കർത്താവീശോയുടെ തന്നെ ലേബൽ അതിന്മേൽ പതിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ അത് നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ആകുമ്പോൾ അതിൻ്റെ രുചിയും മണവും ഗുണവും അപ്രത്യക്ഷമാകും. അങ്ങനെ നമ്മുടെ സുവിശേഷ പ്രഘോഷണം തന്നെ ജങ്ക് ഫുഡ് ആയി മാറുകയാണ്, ഒരു കച്ചവട വസ്തുവായി. മാറിയ ഇന്നത്തെ ലോകത്തിന് ഉതകുന്ന സുവിശേഷം പ്രഘോഷിക്കുവാൻ സഭാമേലധ്യക്ഷന്മാരും ഇടയന്മാരും ഗുരുക്കന്മാരും മാതാപിതാക്കളുമൊക്കെ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. മാറിയ സാഹചര്യത്തെ മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച ഇനിയും നമ്മൾ നേടേണ്ടിയിരിക്കുന്നു. സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അടയാളങ്ങൾ കണ്ട് അവയെ വ്യാഖ്യാനിച്ച് പ്രവചനാത്മകമായ പ്രൊഫേറ്റിക് പ്രഘോഷണം നടത്തുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ പ്രഘോഷണങ്ങളിലെല്ലാം ഒരു പ്രവചനാത്മകത ഉണ്ടായിരുന്നു. അത് നമ്മൾ വീണ്ടും തുടരേണ്ടിയിരിക്കുന്നു. ഇന്ന് കർത്താവ് ഈശോയും അവിടുത്തെ പ്രഘോഷണവും തന്നെ ഒരു ഉപമയായി തീർന്നിരിക്കുകയാണ്. കർത്താവ് ഈശോ മിക്കവരുടെയും നാവുകളിലുള്ള ഒരു ഉപമ മാത്രമാണ്. അത് രാഷ്ട്രീയക്കാരും കച്ചവടക്കാരും വരെ പരസ്യത്തിൻ്റെ പകിട്ടുകൂട്ടുവാൻ പ്രൊപ്പഗാൻഡ ആയി ഉപയോഗിക്കുന്നു. എന്നാൽ അവിടുന്ന് നമുക്ക് ഒരു ഉപമയല്ല, ഭാവനാ ചിത്രവുമല്ല. അവിടുന്ന് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അവതരിക്കണം. നമ്മുടെ നാവുകളിൽ അവിടുത്തെ വാക്കുകൾ അവയുടെ തനിമയോടെ വീണ്ടും അവതരിപ്പിക്കപ്പെടണം. ആ വാക്കുകൾക്ക് കർത്താവിൻ്റെ തന്നെ തനിമയും അതിൻ്റെ രുചിയും മണവും ഉണ്ടായിരിക്കണം. അത് സാധിക്കണമെങ്കിൽ നമ്മളെല്ലാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഒന്നാമതായി, കർത്താവീശോയെ അവിടുത്തെ തനിമയിൽ മാംസം ധരിച്ച വചനമായി ആഴത്തിൽ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാകണം.
രണ്ടാമതായി, മാറി വരുന്ന സാഹചര്യങ്ങളിൽ പുതിയ പുതിയ ആഭിമുഖ്യങ്ങളും ആവിഷ്കാരങ്ങളും സ്വീകരിക്കുന്ന ജനവിഭാഗത്തോട് കാലത്തിൻ്റെയും മാറ്റത്തിൻ്റെയും അടയാളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും അവ വ്യാഖ്യാനിച്ചുകൊണ്ടും കർത്താവിനെ പ്രഘോഷിക്കുവാൻ നമ്മൾ പഠിക്കണം. മൂന്നാമതായി, ദൈവരാജ്യം തന്നെ എന്തെന്നും ഏതെന്നും മനസ്സിലാക്കുവാൻ നമുക്ക് ഉൾക്കാഴ്ചയുണ്ടാകണം. സഭയുടെ പ്രഘോഷണങ്ങൾ ഒരുപാട് മേഖലകളിൽ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് അപ്രസക്തമോ അസ്വീകാര്യമോ ആയി തുടരുകയാണ്. അതിന് പുരോഗമനാത്മകമോ യാഥാസ്ഥിതികമോ എന്ന ചേരിതിരിവും അതിനുമപ്പുറത്തുള്ള ഒരു ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ വളരണം. വചനം മാംസമായത് ഒരിക്കൽ സംഭവിച്ചതുകൊണ്ട് പൂർത്തിയായിട്ടില്ല. അത് നിരന്തരം നമ്മിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കണം. സമയം ഒരു വലിയ രഹസ്യമാണ്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അളവ് പാത്രം, മെഷർ മാത്രമാണ് സമയം. നമ്മെയും അത് അളന്ന് തിട്ടപ്പെടുത്തുന്നതിനാൽ അത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഞാൻ ഈ ലോകത്തിൽ എത്ര നാളും ജീവിക്കുന്നു, എന്തെല്ലാം അറിയുന്നു, എന്തെല്ലാം അനുഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് സമയവും എൻ്റെ ജീവിതവും എൻ്റേതാകുന്നത്. സമയമാണ് എല്ലാവരെയും അളക്കുന്നത്, എല്ലാറ്റിനെയും അളക്കുന്നത്. മാറി മാറി വരുന്ന ഈ ലോകത്തെ തന്നെ അത് അളന്ന് തിട്ടപ്പെടുത്തുന്നു. ചരിത്രവും അതിലൂടെ ആവിഷ്കൃതമാകുന്ന പുരോഗതിയും പരിണാമവുമൊക്കെ സമയം അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സമയത്തിൻ്റെ അടയാളങ്ങളെ നമ്മൾ മനസ്സിലാക്കി വ്യാഖ്യാനിച്ചെടുക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്തെല്ലാമാണ് അതിന് പിന്നിലുള്ളത് എന്ന ഉൾക്കാഴ്ചയാണ് ഇന്ന് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുവഴിയാണ് ദൈവരാജ്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇനിയും ഒരുപാട് ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു വരുവാനുണ്ട് എന്ന് സൂചിപ്പിക്കുവാനാണ്. നമ്മുടെയും ഈ ലോകത്തിൻ്റെയും സമയത്തിലൂടെയുള്ള പ്രയാണത്തിൽ അതിൻ്റെ ഉൽപ്പത്തിയും പരിപൂർത്തിയും, ഒറിജിൻ ആൻഡ് ഫുൾഫിൽമെൻറ്റ്, ദൈവത്തിൻ്റെ സന്നിധിയിലും പരിപാലനയിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ അവിടെ ദൈവരാജ്യം പ്രത്യക്ഷവും സന്നിഹിതവും, വിസിബിൾ ആൻഡ് പ്രസൻറ്റ്, പ്രത്യക്ഷവും സന്നിഹിതവുമാകും. ദൈവപരിപാലനയിൽ എത്രമാത്രം നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഈ ഉൾക്കാഴ്ചയാണ് ഇന്ന് നമ്മൾ പ്രഘോഷണ വിഷയമാക്കേണ്ടത്. അതാണ് നമ്മുടെ ബോധ്യമാകേണ്ടത്. ഈ വിചിന്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സുവിശേഷത്തെ ഒരാവർത്തി കൂടി വായിക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു.